വെൽക്കം ടു തുമ്പി ക്രിയേഷൻസ്. ആ പട്ടാളക്കാർ വൈകുന്നേരത്തെ സംഭവം വീണ്ടും വീണ്ടും അയവിറക്കി നോക്കി. ബീവിയോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അതു കഴിഞ്ഞതിന് ശേഷം ഹദ്ദുകുയിൽ ഇറങ്ങി നിന്ന് 2 കൈകളും മേൽപോട്ടുയർത്തിക്കൊണ്ട് വിധിയും കാത്തുനിന്ന ആ രംഗം അവർ ഇപ്പോഴും ഓർക്കുകയാണ്. മനഃശാസ്യമുള്ള ആരെയും ഹൃദയം പൊട്ടുന്നൊരു കാഴ്ച തന്നെയാണ്. എത്രയെത്ര കരിങ്കൽ ചീളുകളാണ് ആ സൗന്ദര്യമുള്ള മൃദുല ശരീരത്തെ കീറിമുറിച്ചത്. എന്നിട്ടും അവർ അക്ഷമയോടെ ഒച്ച ഉണ്ടാക്കുകയോ കരയുകയോ ഒന്നും ചെയ്തില്ല. എല്ലാം അള്ളാഹുവിൽ വിട്ടുകൊടുത്ത പോലെയുള്ള നിൽപ്പായിരുന്നു അവർക്ക്. ഒരിക്കലും ഒരു പടു കുറ്റവാളിക്ക് പോലും ഇങ്ങനെ നിൽക്കാനാവില്ല. അസൂറ ബീവി ഹദ്ദുകുയിൽ മറഞ്ഞു വീണ് ബോധം കെട്ട് കിടക്കുന്നത് അവർക്ക് ഹൃദയം തകരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുള്ള രാജാവിനോട് ഇനി നമ്മൾ എന്ത് പറയും? ബീവി കയറും മുന്നേ നമ്മളോട് വിളിച്ചു പറഞ്ഞിരുന്നു, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാജാവിനോട് പറയണം, ഞാൻ നിരപരാധിയാണ്, എൻ്റെ സലാം പറയണം എന്നെല്ലാം ബീവി പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായും അവർ നിരപരാധി തന്നെയാണ്. ഓ, എന്തൊരു ക്രൂരതയാണ് അവരോട് ചെയ്തത്. അവർ ഹദ്ദുകുയിലേക്ക് എത്തി നോക്കി. ബീവിയുടെ വിലപ്പെട്ട ജീവൻ പോയെന്ന് അവർ കരുതി. കണ്ടാൽ ഉറങ്ങുകയാണെന്നേ തോന്നുള്ളൂ. മുഖത്തിന് ഒരു ഭാവമാറ്റവുമില്ല, സൗന്ദര്യത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടുമില്ല. സമയം കുറെ കഴിഞ്ഞപ്പോൾ ആ പട്ടാളക്കാർക്ക് ഉറക്കു വന്നു. അവർ ഉറങ്ങിപ്പോയി. പെട്ടെന്നാണത് സംഭവിച്ചത്. അസൂറ ബീവി ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ബോധം പോയതായിരുന്നു. പട്ടാളക്കാർ ഉറങ്ങുന്ന സമയം അർദ്ധരാത്രിക്ക് ബീവിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വിശപ്പും ദാഹവും വേദനയും കാരണം അസൂറ ബീവി കരയാൻ തുടങ്ങി. ഉറങ്ങിപ്പോയ പട്ടാളക്കാർ ഇതൊന്നും അറിഞ്ഞതുമില്ല. ആ സമയത്താണ് ധനികനായ ഒരു വ്യാപാരി കച്ചവടം കഴിഞ്ഞ് അതിലെ വന്നത്. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന അയാൾക്ക് ഒരു സ്ത്രീയുടെ ശബ്ദം കരച്ചിൽ പോലെ തോന്നി. ആ വ്യാപാരി ശബ്ദം കേട്ടപ്പോൾ ചുറ്റുഭാഗം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു വെളിച്ചം കണ്ടു. അപ്പോൾ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി അതൊരു ഹദ്ദ് കുഴിയാണെന്ന്. ഹദ്ദ് കുഴിയുടെ അടുത്തേക്ക് അയാൾ ചെന്ന് നോക്കിയപ്പോൾ കുഴിയിൽ ചോരയിൽ കുളച്ചു കിടക്കുന്ന ഒരു സ്ത്രീ തളർന്ന് കരയുന്നത് കണ്ടു. ഏതെങ്കിലും കൊടും കുറ്റവാളി ആയിരിക്കുമെന്ന് അയാൾ കരുതി. അയാൾ പന്തമെടുത്ത് അവരുടെ മുഖത്തേക്ക് അയാൾ അത്ഭുതപ്പെട്ടു. ആരെയും അത്ഭുതപ്പെടുത്തും വിധം ഭംഗിയുള്ള ഒരു സ്ത്രീ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് യാചിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അയാൾക്ക് ബീവിയോട് എന്തോ ദയ തോന്നി. അവളെ കോരിയെടുത്ത് തോളിലേറ്റി നടന്നു. പെണ്ണിനെ കുതിരപ്പുറത്തിരുത്തി അയാൾ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പട്ടാളക്കാർ അറിയാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കുകയും ചെയ്തു. കച്ചവടക്കാരനും ഭാര്യക്കും അസൂറ ബീവിയോട് വല്ലാത്ത ദയ തോന്നി. അവൾക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷകളൊക്കെ നൽകി. അവരുടെ വീട്ടിൽ താമസിക്കാൻ അവർ അവസരവും നൽകി. അവരുടെ സ്നേഹത്തോടെയുള്ള പരിചരണങ്ങൾ കാരണം കുറഞ്ഞ ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ ബീവിയുടെ എല്ലാ പരിക്കും ഭേദമായി. തൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയതിൽ ദൈവത്തോട് അവൾ അകമഴിഞ്ഞ് സ്തുതി രേഖപ്പെടുത്തി. എപ്പോഴും നിസ്കാരവും ഇബാദത്തുമായി അവർ ആ വീട്ടിലെ ഒരു കൊച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടി. ആ വ്യാപാരിയും പത്നിയും ദൈവഭയമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അസൂറ ബീവിക്ക് ആ വീടൊരു സ്വർഗമായി തോന്നി. ബീവിയുടെ അസുഖമെല്ലാം സുഖമായി, മുറിവുകളെല്ലാം ഉണങ്ങി, പഴയ ഊർജവും ആരോഗ്യവുമെല്ലാം അവർ വീണ്ടെടുത്തു. ആ വീട്ടിലെ കുട്ടികളെ കളിപ്പിച്ചും ചെറിയ ചെറിയ ജോലികൾ ചെയ്തും അവൾ സന്തോഷം കണ്ടെത്തി. പയ്യെ പയ്യെ അസൂറ ബീവിയെ കാണുമ്പോൾ ആ പ്രഭുവിൻ്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം വരാൻ തുടങ്ങി. ഇത്രയും സുന്ദരിയായൊരു സ്ത്രീയെ അയാൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അവളെ സ്വന്തമാക്കാൻ അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പക്ഷേ അവളോട് എങ്ങനെ പറയും? പ്രഭുവിൻ്റെ മനസ്സിൽ എപ്പോഴും സംഘട്ടനം നടന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. ഇനി പറയുക തന്നെ, അല്ലാതെ വഴിയില്ല. ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹം ബീവിയോട് പറഞ്ഞു, ബീവി, ഒരു കാര്യം പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുതേ. ബീവിയെ കണ്ട നാൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ബീവി പതിഞ്ഞുപോയി. എൻ്റെ ജീവിതസഖിയായി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ ബീവിയെ ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുത്. ഇത് കേട്ട് അസൂറ ഉള്ളിൽ കരഞ്ഞുപോയി. എന്തൊരു പരീക്ഷണമാണ് റബ്ബേ! ഒരു പെണ്ണിന് എവിടെ ചെന്നാലും രക്ഷയില്ലെന്നോ? പേടിച്ചുപോയ റാണി ഭയം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മഹാനായ പ്രഭോ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് അങ്ങാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങേക്ക് കടപ്പെട്ടവളാണ്. പക്ഷേ അങ്ങയുടെ ഈ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു തരാൻ കഴിയില്ല.
കാരണം ഞാനൊരു ഭാര്യയാണ്, എനിക്ക് ഭർത്താവുണ്ട്. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കൂ. ബീവിയുടെ അഭ്യർത്ഥന മാനിച്ച് സ്നേഹസമ്പന്നമായ അയാൾ തൻ്റെ ആഗ്രഹങ്ങൾ മറന്നു. വീണ്ടും വിശേഷങ്ങളൊന്നുമില്ലാതെ തന്നെ നാളുകൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ വീട്ടിൽ വീണ്ടും കഴിഞ്ഞുകൂടി. പക്ഷേ ബീവിയെ തേടി വലിയൊരു അപകടം വരുന്നുണ്ടായിരുന്നു. പാവം, അവർ അതറിഞ്ഞില്ല. ഓരോ പരീക്ഷണങ്ങൾ വന്നു ചേരുമ്പോഴും സഹിക്കാനുള്ള കഴിവ് കൂടിക്കൂടി വരികയായിരുന്നു അവർക്ക്. പ്രഭുവിൻ്റെ പത്നിക്ക് ഇപ്പോൾ ഇടയ്ക്കിടെ അസൂറ ബീവിയോട് ഒരു അകൽച്ച വരുന്നുണ്ടായിരുന്നു. എന്തോ ഒരു തരം വെറുപ്പ്. സ്ത്രീ സഹജമായ അസൂയ തന്നെ കാരണം. അവളുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിൻ്റെ തൻ്റെ ഭർത്താവ് ആകൃഷ്ടനായോ എന്ന സംശയം പതിയെ പതിയെ അവളുടെ മനസ്സിൽ സമാധാനം കെടുത്തിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും അസൂറ ബീവിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം, അത് മാത്രമായി അവളുടെ ചിന്ത. കൂടാതെ ആ പാവം മഹദിക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വരികയായിരുന്നു. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ആ വീട്ടിലുള്ള ഒരു വേലക്കാരനാണ്. അവൻ പല പ്രാവശ്യം ഒളിഞ്ഞും പതുങ്ങിയും നടക്കുന്ന ബീവിയെ നോക്കി വികൃതമായ ചേഷ്ടകൾ കാട്ടുന്നു. വസ്ത്രം മാറുമ്പോഴും മറ്റും ഒളിഞ്ഞു നിന്ന് നോക്കുന്നു. ബീവിയുടെ മത്ത് പിടിപ്പിക്കുന്ന ശരീരവടിവ് കണ്ട് അയാൾ അവസരം നോക്കി നടക്കുകയായിരുന്നു. ഇവൾ ആരുമില്ലാത്ത ഒരു അനാഥയാണ്, പ്രഭുവിൻ്റെ ആരുമല്ല. ഇവളെ എന്തു ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടാവില്ല. ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. ഇതായി അവൻ്റെ കുരുട്ടുബുദ്ധി. ഒരു ദിവസം അവൻ ആരും അറിയാതെ അവളുടെ ബെഡ്റൂമിലെത്തി. തൻ്റെ ആവശ്യം അവളോട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം അസൂറ ബീവി ഞെട്ടിത്തെറിച്ചു. കോപം കൊണ്ട് ആ മുഖം രക്തവർണമായി. എടാ ദുഷ്ട, നീ എന്തുദ്ദേശിച്ചാണ് എന്നോട് ഇത്രയും നീചമായ വാക്കുകൾ പറഞ്ഞത്? ഏറ്റവും ഭയാനകമായ സംഭവത്തിനാണോ നീ എന്നെ ക്ഷണിക്കുന്നത്? കടന്നുപോ എൻ്റെ മുന്നിൽ നിന്ന്. അവൾ ആക്രോശിച്ചു. കോപത്താൽ ജ്വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ അത്ര പതിവ്രതയൊന്നും ചമയണ്ട. കൊട്ടാരത്തിലെ ഭൃത്യനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നത് കൊണ്ടല്ലേ നിങ്ങളെ ഹദ്ദുകുയിൽ പേപ്പട്ടിയെപ്പോലെ എറിഞ്ഞത്? എൻ്റെ യജമാനൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? ഞാനും ഒരു ഭൃത്യനാണ്, നിങ്ങളുടെ സെയ്ദിനെ പോലെ തന്നെ. വൃത്തികെട്ടവനെ, നാണമില്ലാത്തവനെ, നിൻ്റെ മുഖത്തടി കിട്ടേണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ നിന്നും മര്യാദക്ക് പോയിക്കോ. എടി, ഞാനിപ്പോൾ പോകുന്നു. മൂർഖൻ പാമ്പിനെയാണ് നീ നോവിച്ചത്. ഇതിനുള്ള പക ഞാൻ നിൻ്റെ മേൽ തീർക്കും, ഉറപ്പാണ്. കാത്തിരുന്നോ? അവൻ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. അസൂറ ബീവി കൈകൾ മേൽപോട്ടുയർത്തി അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു, പഠിച്ചവനെ, നിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് എനിക്ക് നീ നൽകണമേ. പിറ്റേന്ന് ബീവി നിസ്കാരത്തിലായിരുന്നു. ആ സമയത്താണ്, ഓടി വരണേ എൻ്റെ കുഞ്ഞ്. പ്രഭുപത്നിയുടെ അട്ടഹാസം കേട്ട് ആ വീട്ടിലുള്ള എല്ലാവരും ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. നിസ്കാരക്കുപ്പായത്തോടു കൂടി അസൂറ ബീവിയും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. പ്രഭുകുമാരൻ്റെ ശരീരം ചോരയിൽ കുതിർന്ന് കിടക്കുന്നു. ഉടൽ വേറെ, ശിരസ് വേറെ. ആ ഭീകര സംഭവത്തിന് സാക്ഷിയായവരെല്ലാം വാവിട്ട് കരഞ്ഞു. ആരാണ് ഈ ക്രൂരത ചെയ്തത്? ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും നിർദ്ദയമായി പെരുമാറാൻ മാത്രം അവൻ എന്താണ് ചെയ്തത്? ആരാണിത് ചെയ്തത്? അവരെ കണ്ടെത്തിയേ തീരൂ, പ്രഭു ചോദിച്ചു. ഞാൻ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി സ്വീകരണമുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. എനിക്ക് ഉറക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഞാൻ ഈ ഭീകരമായ രംഗം കാണുന്നത്, പ്രഭുപത്നി വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അസൂറയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഭൃത്യനും അവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അവനായിരുന്നു ഈ കൊടും ചതി ചെയ്തത്. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ആ ദുഷ്ടൻ ബെഡ്റൂമിൽ കയറി കുഞ്ഞിൻ്റെ കഴുത്തിൽ കടാര വെച്ച് കൊല്ലുകയായിരുന്നു, അസൂറയോടുള്ള തൻ്റെ പക തീർക്കുവാൻ വേണ്ടി. ആരാണ് ഈ കൊടുംചതി ചെയ്തത് എന്നും പറഞ്ഞ് ഇപ്പോൾ ആ ഭൃത്യനും ഉറക്കെ ചോദിച്ചു കരയുന്നുണ്ട്. തെളിവുകൾക്കായി എല്ലാവരും ചുറ്റുപാടും പരുതുന്നുണ്ട്. അയാൾ അസൂറ ബീവിയുടെ മുറിയിൽ കയറി അസൂറ ബീവിയുടെ തലേണക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച കടാര അവൻ പുറത്തെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു. മഹാരാജാവിൻ്റെ പത്നിയായിട്ട് പോലും അസൂറ ബീവിക്ക് വരുന്ന ഓരോ പരീക്ഷണങ്ങൾ, അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണത്തിലും അവർക്ക് ക്ഷമ കൈക്കൊള്ളാൻ കഴിഞ്ഞു. അടുത്ത ഭാഗം
നാളെ കേൾക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.